തൃശൂർ പൂരമാണ് നാളെ. കഴിഞ്ഞ വർഷം നടന്ന പൂരം ആരും മറന്നിട്ടില്ല. പൂരചരിത്രത്തിന്റെ കറുത്ത ഏട്. ഒരു വർഷം കഴിഞ്ഞിട്ടും തൃശൂർ പൂരം അട്ടിമറിച്ചതിന്റെ പിന്നിലെ സത്യാവസ്ഥ ഇനിയും പുറത്തു വന്നിട്ടില്ല. ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രം: അന്വേഷണം നടക്കുന്നു. ഈ ദൃശ്യങ്ങൾ ഒരു കാലത്തും പൂരപ്രേമികൾ മറക്കില്ല. ഇതിനൊക്കെ കാരണം ആരാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം കൂടിയായിരുന്നതിനാൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എല്ലാവരും സംശയിച്ചത്. അന്ന് ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന MR അജിത് കുമാറിന്റെ തൃശൂർ സാന്നിധ്യവും പൂരപ്പറമ്പിലെ അസാന്നിധ്യവും സംശയമുനയിലായി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയതായിരുന്നു മറ്റൊരു ചർച്ച. എല്ലാ സംശയങ്ങളും ദുരൂഹമായി തുടരുന്നു. തൃശൂർ പൂരം അലങ്കോലമായതിൽ പ്രതിഷേധം കഠിനമായപ്പോൾ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണ ചുമതല അതേ വിഷയത്തിൽ ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനും. സംഭവത്തിനു പിന്നിൽ അട്ടിമറി സംശയിക്കുന്ന CPIക്ക് പോലും അതിഷ്ടമായില്ല. എങ്കിലും സർക്കാർ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശമെങ്കിലും അജിത് കുമാറിന്റെ അന്വേഷണം പൂർത്തിയായത് 5 മാസം കഴിഞ്ഞിട്ടാണ്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതായിരുന്നു ADGPയുടെ അന്വേഷണ റിപ്പോർട്ട്. സ്ഥാപിത താൽപ്പര്യക്കാർക്ക് വേണ്ടി തിരുവമ്പാടി ദേവസ്വം പൂരം അട്ടിമറിച്ചു എന്നായിരുന്നു MR അജിത് കുമാറിന്റെ കണ്ടെത്തൽ. എന്നാൽ ആ സ്ഥാപിത താൽപ്പര്യക്കാർ ആര് എന്നതിന് ആ റിപ്പോർട്ടിൽ ഉത്തരമുണ്ടായില്ല. 1200 പേജുള്ള ആ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാന പോലീസ് മേധാവി ഒരു കുറിപ്പ് കൂടി കൂട്ടിക്കെട്ടിയാണ് സർക്കാരിന് സമർപ്പിച്ചത്. പൂരം അലങ്കോലമാക്കിയതിൽ ADGP MR അജിത് കുമാറിനെതിരെയും ആരോപണമുണ്ടെന്നായിരുന്നു ആ കുറിപ്പ്. ADGPയെ പോലീസ് മേധാവി തന്നെ സംശയിച്ചതോടെ സർക്കാരും വെട്ടിലായി. മാനസ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. 2024 ഒക്ടോബർ 3 മുഖ്യമന്ത്രി ത്രിതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഈ പറയുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് അവരെ ഓഫീസിലേക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് DGPയോട് അത് കൃത്യമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ADGP MR അജിത് കുമാറിന്റെ പങ്കിൽ പോലീസ് മേധാവിയുടെ അന്വേഷണം. ബാഹ്യ ഇടപെടലും സംഘപരിവാറിന്റെ അടക്കം പങ്കും ഗൂഢാലോചനയും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. പോലീസ് ഇതര വകുപ്പുകളുടെ വീഴ്ച അന്വേഷിക്കാൻ അന്നത്തെ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമിനെയും ചുമതലപ്പെടുത്തി. ഇതായിരുന്നു ത്രിതല അന്വേഷണം. 5 മാസം പിന്നിടുന്നു. അന്വേഷണം എവിടെയെത്തി? എങ്ങും എത്തിയില്ല. മനോജ് എബ്രഹാം മാത്രം റിപ്പോർട്ട് സമർപ്പിച്ചു. പോലീസ് ഇതര വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്നാണ് ആ അന്വേഷണത്തിലെ കണ്ടെത്തൽ. വരും കാലത്ത് പൂരം കെങ്കേമമാക്കാൻ കുറേ നിർദ്ദേശങ്ങളുമുണ്ട് ആ റിപ്പോർട്ടിൽ. പോലീസ് മേധാവിയുടെ അന്വേഷണത്തിൽ ആകെയുള്ള പുരോഗതി അടുത്ത പൂരം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മന്ത്രി K രാജന്റെ മൊഴിയെടുത്തത് മാത്രമാണ്. ആരോപണ വിധേയൻ MR അജിത് കുമാറിന്റെ മൊഴി ഇതുവരെ എടുത്തിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഷേഖ് ദർവേസ് സാഹിബിന്റെ റിപ്പോർട്ട് വൈകുന്നത്? DGP വിരമിക്കാനിരിക്കുകയാണ്. അതിനു മുൻപ് അന്വേഷണം പൂർത്തിയാക്കുമോ? ഒരു പിടിയുമില്ല. മറ്റൊരു അന്വേഷണം ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷിന് സ്ഥാനമാറ്റമായി. അന്വേഷണം എവിടെ എത്തിയെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല. BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നോ പൂരം അട്ടിമറി എന്ന സംശയത്തിനാണ് ക്രൈംബ്രാഞ്ച് ഉത്തരം കണ്ടെത്തേണ്ടത്. ആ ഉത്തരം ഇപ്പോഴൊന്നും കിട്ടുന്ന ലക്ഷണവുമില്ല. പൂരം അലങ്കോലമായി എന്നത് യാഥാർത്ഥ്യമാണ്. അത് ആർക്കുവേണ്ടി ആരാണ് നടത്തിയതെന്നാണ് അറിയേണ്ടത്. അതിനു പിന്നിൽ ബാഹ്യ ഇടപെടലിന് ആരൊക്കെയാണ് നേതൃത്വം വഹിച്ചത്? സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ മാസങ്ങളായി അന്വേഷിച്ചിട്ടും ഉത്തരം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? പ്രതിസ്ഥാനത്തുള്ളവരെ രക്ഷിക്കാൻ അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? അതോ പലരും പറയും പോലെ അന്തർധാര സജീവമായതുകൊണ്ടാണോ? ഇടനെഞ്ചു പൊട്ടിയാണ് പൂരപ്രേമികൾ കഴിഞ്ഞ തവണ വടക്കുംനാഥന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിയത്. അവർ ഇത്തവണ അവിടെ ഒത്തുകൂടുമ്പോഴെങ്കിലും അറിയണം സാർ, ആരാണ് അണിയറയിലെ വില്ലന്മാരെന്ന്.